36 വയസ്സുള്ള ഒരാളുടെ വോട്ടാണ് 17 വയസ്സുള്ള ഒരു പയ്യൻ വന്ന് ചെയ്യാൻ വന്നത്. ഇതൊക്കെ വിഷ്വലുണ്ട്. ഇത് വെറുതെ ഞങ്ങൾ UDF വന്ന് വെറുതെ പടായി പറയുന്നതല്ല. ഈ 36 വയസ്സുള്ള ആളുടെ വോട്ട് ഈ 17 വയസ്സുള്ള പയ്യൻ ചെയ്യാൻ വന്നപ്പോ അത് തടഞ്ഞു എന്നുള്ളതാ. അപ്പൊ അത് തടയാൻ പാടില്ല. CPM വിചാരിക്കുന്നതിന് നടക്കണം. ഞങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ നടക്കില്ല. ഞങ്ങൾക്ക് ഇതൊന്നും അറിയാതെ ഇന്ന് തന്നെ പ്രതിഷേധ പ്രകടനമൊക്കെ അതിശക്തമായ അവിടെ നടത്താനും അറിയാം, ഇവിടെ നടത്താനും അറിയാം. പക്ഷെ നാട്ടിൽ സമാധാനം വേണം. അത് വിശ്വസിക്കുന്ന ആളുകളാണ്. ജനറേഷനൊക്കെ മാറി. നിങ്ങളെ ചെറിയൊരു ക്രിമിനൽ സംഘം സ്ഥിരമായി ഏർപ്പാട് നടത്തുന്നതിനോട് CPM-ലെ തന്നെ നല്ലവരായ പാർട്ടിക്കാർക്ക് ഒരു തരത്തിലും അഭിപ്രായമില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ നിങ്ങൾ ചെയ്യുന്നതിന് സമാനമായ രീതിയിൽ തിരിച്ച് പ്രതികരിക്കാത്തത്. അതുകൊണ്ടാണ്. കാരണം ഞങ്ങൾ ജയിച്ചു വരുന്നത് എങ്ങനെയാ? നിങ്ങളുടെ ഈ തമ്മാടിത്തവും തെണ്ടിത്തരവും CPM-ലെ വലിയൊരു വിഭാഗം അംഗീകരിക്കുന്നില്ല. അവരൊക്കെ ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യുന്നത്. സംശയാർക്കും വേണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതും അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതും. ഇനി വരാൻ പോകുന്നുണ്ടല്ലോ ഒരു പൂരം. ആ പൂരവും ഞങ്ങൾ കാണിച്ചു തരും ആരാണ് എന്താണ് എന്നുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഒരു ഗുണ്ടാ സംഘം, ഈ ഗുണ്ടാ സംഘത്തിന്റെ കാലം കഴിഞ്ഞു. അത് അവസാനിച്ചു. ഈ ക്രിമിനലുകൾ നിങ്ങൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. ആലോചിച്ച് നോക്കേണ്ടത്. ഇപ്പോ ഇവിടെ നമ്മുടെ തോടന്നൂരിൽ മിഥുൻ ബാലിനെ ഇവര് മിഥുൻ ബാലിന്റെ വീട്ടിന് കല്ലെറിയാണ്, ബോംബെറിയാണ്. രാത്രി 1 മണിക്ക് വന്നിട്ട് അതിമാരകമായ ഭീകരമായ രൂപത്തിലുള്ള ബോംബെറിഞ്ഞ് മിഥുൻ ബാലിന്റെ അമ്മയും അച്ഛനും പ്രായമുള്ള അവരൊക്കെ തന്നെ രാത്രി ഞെട്ടി ഉണർന്ന് ബെഡിൽ നിന്ന് താഴെ തെറിച്ച് വീണ് മരണം മുന്നിൽ കണ്ടു എന്ന് ആ സ്ത്രീയും അച്ഛനും പറയാൻ. അപ്പൊ അവിടെ പിറ്റേ ദിവസം നമ്മുടെ ജനപ്രതിനിധി വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഇതിനൊന്നും യാതൊരു പങ്കുമില്ല, ഞങ്ങൾ അനുവദിക്കില്ല. വീട്ടിൽ കയറി വീട്ടിന് നേരെയുള്ള ബോംബേറ് അനുവദിക്കാൻ പാടില്ല. പ്രതികളെ പിടിക്കണം. പ്രതികളെ പിടിച്ചു കഴിഞ്ഞപ്പോ ഒരു 4-5 ദിവസത്തിന് ശേഷം പ്രതിയെ പിടിച്ചപ്പോ അസൽ CPM-കാരൻ അധ്യാപകൻ, ഈ പറയുന്നയാളുടെ സുഹൃത്തുക്കൾ, അവിടുത്തെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകളുമായി വളരെ അടുത്ത് ബന്ധമുള്ളയാൾ. എന്നിട്ടെന്താ 15 ദിവസം ഇവരെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് ഉള്ളിൽ കടന്നതിന് ശേഷം പിന്നെ നമ്മളെ കാണുന്ന കാഴ്ച, ഇയാളെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തു വരുമ്പം 500ഓളം വരുന്ന CPM-കാർ മാലയിട്ട് ഈ ബോംബ് കേസിലെ പ്രതിയെ മുദ്രാവാക്യം വിളിച്ചാനയിച്ച് സ്വീകരിച്ച് തോടന്നൂരിലെ കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ എവിടെയുള്ളത്? നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ നിലപാട് എന്താണ്? അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ നിലപാടിനോട് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ രാഹുലിനെയും ലത്തീഫിനെയും ഷഫീഖിനെയും തല്ലുന്നത് വിഷ്വലുണ്ട്. ഇത് പോലീസുകാർ